എല്ലാവർക്കും നമസ്കാരം. ജനുവരി 2 തൊട്ടിട്ട് സംസ്കൃതത്തിന് വേണ്ടിയുള്ള ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ഈ ക്ലാസ് യൂസ്ഫുള്ള്. കേരള സിലബസിലുള്ള കുട്ടികൾക്കാണ് ക്ലാസ് എടുക്കുന്നത്. ഗൂഗിൾ മീറ്റ് വഴിയായിട്ട് ക്ലാസ് ഉണ്ടായിരിക്കുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ ചാപ്റ്റർ 6 തന്നെ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സാണ് നോക്കുന്നത്. ശാസ്ത്രകാരന്മാരും അവരുടെ ഗ്രന്ഥവും അവരുടെ യോഗദാനം എന്ന് പറഞ്ഞ സംഭാവനകളുമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ആളെ നോക്കൂ. ആര്യഭട്ടൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേരാണ് ആര്യഭടീയം എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് ബീജഗണിതം, ജ്യാമിതി തുടങ്ങിയവ. രണ്ടാമത്തെ വ്യക്തിയാണ് ബ്രഹ്മഗുപ്ത. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേരാണ് ബ്രഹ്മസ്ഫുട സിദ്ധാന്ത. അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് ഗോളവ്യാപ്ത സമവാക്യം എന്നുള്ളത്. മൂന്നാമത്തെ വ്യക്തിയാണ് മഹാവീര. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേരാണ് ഗണിതസാര സംഗ്രഹ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ സംഭാവന എന്താണ്? അംഗഗണിതം, ബീജഗണിതം തുടങ്ങിയവയാണ്. നാലാമത്തെ വ്യക്തിയാണ് ഭാസ്കരാചാര്യ. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേരാണ് മഹാഭാസ്കരീയം, ലഘു ഭാസ്കരീയം. ഒന്നുകൂടി പറയാം, മഹാഭാസ്കരീയം, ലഘു ഭാസ്കരീയം. അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് സ്ഥാനസംഖ്യ എന്നുള്ളത്. അഞ്ചാമത്തെ വ്യക്തിയാണ് വരാഹമിഹിര. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേരാണ് ബൃഹത് സംഹിത. അദ്ദേഹത്തിൻ്റെ സംഭാവന ത്രികോണമിതി എന്നുള്ളതാണ്. അടുത്തത് ആറാമത്തെ വ്യക്തിയാണ് ശ്രീപതി. അദ്ദേഹത്തിൻ്റെ എന്താണ്? ഗണിത തിലകമാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ സംഭാവന എന്താണ്? ബീജഗണിതമാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന. അടുത്തത് ഏഴാമത്തെ വ്യക്തിയാണ് സംഗമ ഗ്രാമമാധവ എന്ന് പറയുന്നത്. സംഗമ ഗ്രാമമാധവ. അദ്ദേഹത്തിൻ്റെ എന്താണ്? വെൺവാരോഹ, അതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ സംഭാവന എന്ന് പറയുന്നത് ബീജഗണിതവും ത്രികോണമിതിയും കലനവും ആണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, ഇദ്ദേഹം ഇരിങ്ങാലക്കുടക്കാരനാണ് ഇദ്ദേഹം. അപ്പം സംഗമ ഗ്രാമമാധവ, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേര് വേൺവാരോഹ. അദ്ദേഹത്തിൻ്റെ സംഭാവന ബീജഗണിതം, ത്രികോണമിതി, കലനം എന്നിവയാണ്. അടുത്ത വ്യക്തിയാണ് നീലകണ്ഠ സോമയാജി. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേരാണ് തന്ത്രസംഗ്രഹ. ഇദ്ദേഹത്തിൻ്റെ സംഭാവന അഭിന്ന സംഖ്യ എന്നുള്ളതാണ്. അഭിന്ന സംഖ്യ. അടുത്തത് പുതുമന ചോമാതിരിയാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്? വെൺവാരോഹാഷ്ടകം എന്നുള്ളതാണ്. ഒന്നും കൂടി പറയാം, വെൺവാരോഹ അഷ്ടകം, വെൺവാരോഹ അഷ്ടകം. അദ്ദേഹത്തിൻ്റെ സംഭാവന ത്രികോണമിതിയും കലനവും ആണ്. അടുത്തത് ഹരിദത്ത എന്നുള്ളതാണ്. ഹരിദത്ത. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേര് മഹാമാർഗനിബന്ധനം. എന്നുകൂടി പറയാം, മഹാമാർഗനിബന്ധനം എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സംഭാവന പരഹിത പദ്ധതി എന്നുള്ളതാണ്. എന്താണ്? പരഹിത പദ്ധതി. അപ്പോൾ ഒന്നുകൂടി പറയാം, ഹരിദത്ത. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേരാണ് മഹാമാർഗനിബന്ധനം എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ സംഭാവന പരഹിത പദ്ധതി എന്നുള്ളതാണ്. അടുത്തത് വടശ്ശേരി പരമേശ്വര. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേരാണ് ഹൃഗണിതം. ഗ്രഹസഞ്ചാര ഗണിത പദ്ധതി എന്നാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന. ഒന്നുകൂടി പറയാം, വടശ്ശേരി പരമേശ്വര. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേരാണ് ഹൃഗണിതം. അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് ഗ്രഹസഞ്ചാര ഗണിത പദ്ധതി. അടുത്തത് ഒടുവിലത്തെ ആളാണ് തൃക്കണ്ടിയൂർ അച്യുത പിഷാരടി. അത് പിഷാരോഢി ആണ് എഴുതിയിരിക്കുന്നത്. പറയുമ്പോൾ പിഷാരടി. തൃക്കണ്ടിയൂർ അച്യുത പിഷാരോഢി. അദ്ദേഹത്തിൻ്റെ ഉപരാഗ ക്രിയാക്രമ
അതാണ് ഗ്രന്ഥത്തിൻ്റെ പേര്. ഒന്നുകൂടി പറയാം, ഉപരാഗ ക്രിയാക്രമഃ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ സംഭാവന ഗണിതം എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, തൃക്കണ്ടിയൂർ അച്യുത പിഷാരോഢി. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേര് ഉപരാഗ ക്രിയാക്രമഃ. അദ്ദേഹത്തിൻ്റെ സംഭാവന ഗണിതം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ച് ടഫുള്ള ടോപ്പിക്കാണ്. നന്നായി പഠിക്കുക, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ജനുവരി 2 തൊട്ടിട്ട് സംസ്കൃതത്തിന് വേണ്ടിയുള്ള ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംസ്കൃത് ടഫായവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. ഇതേപോലത്തെ നല്ല ക്ലാസ്സും എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിലുള്ള ക്ലാസ്സസും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സും പിന്നെ അങ്ങനെയുള്ള ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ഇത് യൂസ്ഫുൾ ആവുക. ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. പിന്നെ ഈ യൂട്യൂബ് നോക്കിയിട്ട് വീണ്ടും അവർക്ക് റിവിഷൻ പോലെ ചെയ്യാം. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ സംസ്കൃതിൻ്റെ ബേസിക് ക്ലാസ്സസും കൂടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആളുകൾ പുരാണങ്ങൾ അങ്ങനെയൊക്കെ വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം യൂസ്ഫുള്ളായ ഒരു സെക്ഷൻ തന്നെയായിരിക്കും അത്. അപ്പോൾ ഈ SCERT കഴിഞ്ഞതിന് ശേഷമായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. പിന്നെ +1 +2ൻ്റെ ബുക്കുകൾ ചിലത് മാറ്റം വരുമെന്ന് കേട്ടിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് മാത്രമേ ഞാൻ അതിൻ്റെ ക്ലാസ്സസ് ചെയ്യുന്നുണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് അറിഞ്ഞതിന് ശേഷം ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.